നമസ്കാരം. ലൈവ് വാർത്തയിലേക്ക് സ്വാഗതം. ഞാൻ സംഗീത. പ്രധാന വാർത്തകൾ. ലോക്സഭാ തെരഞ്ഞെടുപ്പിനെ നേരിടാൻ കോൺഗ്രസ് പ്രവർത്തകർ ഒന്നാകെ ജാഗരൂകരാകണമെന്ന് പത്മജ വേണുഗോപാൽ. മാധ്യമങ്ങൾക്ക് നേരെ രൂക്ഷ വിമർശനം. പ്ലീനത്തോടെ സിപിഎമ്മിലെ വിഭാഗീയത കൂടുതൽ വെളിപ്പെട്ടെന്നും പത്മജ. സഭകൾ സമൂഹത്തിനു വേണ്ടിയാകണമെന്ന് രാജ്യസഭാ ഉപാധ്യക്ഷൻ പി ജെ കുര്യൻ. സമൂഹത്തിൽ തെറ്റായ പൂജാവിഗ്രഹങ്ങൾ ഉണ്ടാകുന്നത് യുവതലമുറയെ തെറ്റായ വഴിക്ക് നടത്തുമെന്നും പി ജെ കുര്യൻ. മതപാഠശാലകളുടെ പ്രവർത്തനം വിപുലീകരിക്കുമെന്ന് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് എം പി ഗോവിന്ദൻ നായർ. IAY ഭവന പദ്ധതിയുടെ അവസാന ഗഡു നൽകാനാവാത്തത് ബാങ്കുകൾ വായ്പ നൽകാത്തതിനാലെന്ന് പത്തനാപുരം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ആശാ ശശിധരൻ. ഇതിന് ഉത്തരവാദി UDF സർക്കാരെന്നും കുറ്റപ്പെടുത്തൽ. വാർത്തകൾ വിശദമായി. ലോക്സഭാ തെരഞ്ഞെടുപ്പിനെ വരവേൽക്കാൻ കോൺഗ്രസ് പ്രവർത്തകർ ഉണർന്നിരിക്കണമെന്ന് KPCC ജനറൽ സെക്രട്ടറി പത്മജ വേണുഗോപാൽ. കോൺഗ്രസ് പത്തനാപുരം ബ്ലോക്ക് സമ്മേളനം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു പത്മജ. പ്ലീനത്തോടെ സിപിഎമ്മിലെ വിഭാഗീയത കൂടുതൽ വെളിവായെന്നും പത്മജ പറഞ്ഞു. വരാൻ പോകുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ UDF സ്ഥാനാർത്ഥികളുടെ വിജയത്തിനായി എല്ലാ കോൺഗ്രസ് പ്രവർത്തകരും ഉണർന്നിരിക്കണമെന്നും ഉമ്മൻചാണ്ടി സർക്കാർ ചെയ്യുന്ന നല്ല കാര്യങ്ങൾ ജനമനസ്സുകളിൽ എത്തുന്നില്ലെന്നും പത്മജ പറഞ്ഞു. മാധ്യമങ്ങൾ വിവാദ നായികയായ സരിതയുടെയും ബിജു രാധാകൃഷ്ണന്റെയും പിറകെയാണ്. നല്ല കാര്യങ്ങളൊന്നും ജനങ്ങളിൽ എത്തിക്കാൻ നമുക്ക് കഴിയണം. കാരണം ഈ ഗവൺമെന്റ് വളരെയധികം നല്ല കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. ഞാൻ താമസിക്കുന്ന എറണാകുളത്ത് തന്നെ എന്തെല്ലാം വികസനമാണ് വരുന്നത്. പക്ഷെ ഇതൊന്നും ജനങ്ങൾ നോക്കുമ്പോൾ ജനങ്ങൾക്ക് ഇതൊന്നും പ്രശ്നമില്ല. അവർക്ക് സരിതയെ ബിജു എന്ത് ചെയ്യുന്നു, അല്ലെങ്കിൽ ഇങ്ങനത്തെ വേണ്ടാത്ത പ്രശ്നങ്ങളിലാണ് നമ്മുടെ ആൾക്കാർക്ക്. മാധ്യമങ്ങൾ അതിന്റെ പിന്നാലെയാണ്. കാരണം സരിത എത്ര പേരെ ഫോൺ ചെയ്തു എന്ന് പറയാൻ അവര് രാത്രി 9 മണി തൊട്ട് 12 മണി വരെ TV ചാനൽ തുറന്നു വെച്ചിരിക്കുന്ന സമയം. അപ്പൊ അങ്ങനത്തെ ഒരു സ്ഥിതിയിലേക്ക് കാര്യങ്ങൾ പോകുമ്പോൾ അങ്ങനെയല്ല കാര്യങ്ങളെന്ന് പറഞ്ഞ് മനസ്സിലാക്കാൻ നിങ്ങളെ കൊണ്ട് സാധിക്കും. കാരണം നിങ്ങളാണ് ജനങ്ങളിലേക്ക് ഇറങ്ങി പോകുന്നത്. പാലക്കാട്ട് നടന്ന പ്ലീനത്തോടെ സിപിഎമ്മിലെ വിഭാഗീയത കൂടുതൽ വർദ്ധിക്കുകയാണ് ഉണ്ടായതെന്നും പത്മജ പറഞ്ഞു. ഇപ്പൊ ഇന്നലത്തെ മാർക്സിസ്റ്റ് പാർട്ടിയുടെ പ്ലീനം കഴിഞ്ഞു. എന്തായാലും ഉണ്ടായത് അവര് വിഭാഗീയത ശരിക്കും പുറത്തു വന്നു. അച്യുതാനന്ദൻ ഇന്നലെ പനിയാണെന്ന് പറഞ്ഞ അദ്ദേഹത്തിന് പനിയൊന്നും ഇല്ലാതെ അതേമാതിരി പോയിട്ട് പ്രസ്താവന ഇറക്കിയാണ്. അദ്ദേഹത്തിന് പനിയൊന്നും ഉണ്ടായിട്ടില്ല. കാരണം അദ്ദേഹം അത്രയും അവമാനിച്ചിട്ടാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ അവര് തമ്മിലുള്ള വിഭാഗീയത ഇത് മുതലെടുക്കാൻ പോലും നമ്മൾ മുൻകൈ എടുക്കണം. കാരണം അവര് തമ്മിൽ ഇപ്പൊ കണ്ടാൽ പോലും ഒരു ഞാൻ പണ്ടൊരിക്കൽ ചോദിച്ചിട്ടുണ്ട്, ഇവര് തമ്മിൽ ഒരു സ്റ്റേജിൽ കാണാൻ നമുക്ക് ഭാഗ്യം ഉണ്ടാവുകയാണ്. അതിനാകെ ഭാഗ്യം ഉണ്ടായതെന്ന് തിരുവനന്തപുരത്ത് ഒരു പ്രശ്നം വന്നപ്പോൾ അവർ ഒരുമിച്ചിരുന്നു. ഇന്നലെ പോലും അവർക്ക് ഒരുമിച്ചിരിക്കാൻ പറ്റിയില്ല. കാരണം ഒരാൾ വന്നപ്പോൾ മറ്റൊരാൾ പോയി. ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് M ഷേഖ് പരീദ് അധ്യക്ഷനായി. DCC പ്രസിഡന്റ് ഡോക്ടർ പ്രതാപവർമ്മ തമ്പാൻ മുഖ്യപ്രഭാഷണം നടത്തി. പ്ലീനത്തോടെ CPM കൂടുതൽ പരിഹാസമായിരിക്കുകയാണെന്ന് തമ്പാൻ പറഞ്ഞു. അങ്ങനെ അത്തരം കാര്യങ്ങൾ അത് കഴിഞ്ഞിട്ട് അവർ പറഞ്ഞു ഗണപതി ഹോമം നടത്താൻ പാടില്ല, മറ്റ് മാടനെയും വന്നേക്ക് മറ്റേ ഈ കുളത്തുറക്കെ ഗണപതി ഹോമം നടത്താൻ പാടില്ല. അത് കഴിഞ്ഞിട്ട് അവര് കണ്ടുപിടിച്ചിരിക്കുന്നത് മതസംഘടനകളുടെ ഇതൊന്നും പങ്കെടുക്കരുത്. പക്ഷെ അമ്പലം കമ്മിറ്റിയിലും പള്ളി കമ്മിറ്റിയിലൊക്കെ പറയുന്നത് മേടിച്ചോളൂ, ഞാൻ ആളുകൾ വരുന്ന സാധനം. അപ്പൊ അങ്ങനെ ഒരു കോൺട്രാഡിക്ടറി ആയിട്ടുള്ള കാര്യങ്ങളാണ് അവരെ പറഞ്ഞ് എല്ലാം വെച്ചു. അവസാന ദിവസം താഴെ അതും നമ്മുടെ ചാക്ക് രാധാകൃഷ്ണന്റെ ഈ സോളാർ മറ്റേ സൂര്യൻ ഇങ്ങനെ വിടരുന്ന ഒരു പടമൊക്കെ ആയിട്ട് അതിനകത്തിരിക്കുന്ന ചാക്ക്. KPCC സെക്രട്ടറിമാരായ G രതികുമാർ, PS രഘുറാം, DCC ജനറൽ സെക്രട്ടറിമാരായ CR നജീബ്, കൈപ്പള്ളി മാധവൻകുട്ടി, യൂത്ത് കോൺഗ്രസ് ബ്ലോക്ക് പ്രസിഡന്റ് MS പ്രദീപ് കുമാർ, DCC അംഗം G രാധാമോഹൻ, JL നസീർ, R അംബിക, രാജിമോഹൻ തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, പത്തനാപുരം. അലയമണിയിൽ കോൺഗ്രസ് ബ്ലോക്ക് നേതൃയോഗം ഉദ്ഘാടനം ചെയ്ത പത്മജ ദൃശ്യമാധ്യമങ്ങൾക്കു നേരെ രൂക്ഷ വിമർശനമുയർത്തി. കുടുംബത്തോടൊപ്പം ഇരുന്ന് കാണാൻ കഴിയാത്ത നിലയിലാണ് മാധ്യമങ്ങൾ വാർത്തകൾ പുറത്തുവിടുന്നതെന്ന് പത്മജ ആരോപിച്ചു. ഇപ്പൊ നമുക്ക് നമ്മുടെ മക്കളെയും കൊണ്ട് ടിവിയുടെ മുമ്പിൽ ഇരിക്കാൻ പറ്റുമോ? കാരണം എന്തെങ്കിലും ഇപ്പൊ എന്റെ മക്കളുടെ കുട്ടികളെ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് ഉത്തരം പറയാൻ പറ്റില്ല. അപ്പൊ ആ രീതിയിൽ മാധ്യമ പ്രവർത്തനം അധപ്പതിച്ചു പോവുകയാണ്. അധികാരത്തിലിരിക്കുന്ന പാർട്ടിയെ എന്നും ക്രൂശിക്കുന്നതിനാണ് മാധ്യമങ്ങൾ ശ്രമിക്കുന്നത്. ഉമ്മൻചാണ്ടി സർക്കാർ നടപ്പാക്കുന്ന നല്ല കാര്യങ്ങൾ മറച്ചുവെക്കപ്പെടുകയാണ്. അധികാരത്തിലിരിക്കുന്ന പാർട്ടീനെ എന്നും ക്രൂശിക്കാൻ ആൾക്കാർക്ക് താല്പര്യമില്ല. ഇപ്പം നമ്മുടെ മുഖ്യമന്ത്രി, ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി വളരെയധികം നല്ല കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. മുഖ്യമന്ത്രി ഇപ്പോൾ ജനസമ്പർക്ക പരിപാടി എത്രയോ ആളുകളുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം അദ്ദേഹം കാണുന്നുണ്ട്.
പക്ഷെ അതൊന്നും ആൾക്കാർക്ക് അറിയണ്ട. അദ്ദേഹം നടത്തുന്ന ജനസേവന പ്രവർത്തനങ്ങൾ അറിയണ്ട. സ്ത്രീകൾ മാധ്യമങ്ങളിലെ ചർച്ചകളിൽ പങ്കെടുത്താൽ പല കാര്യങ്ങൾക്കും ഉത്തരം പറയാൻ ബുദ്ധിമുട്ടേണ്ടി വരുന്ന അവസ്ഥയിലേക്ക് മാധ്യമപ്രവർത്തനം അധപ്പതിച്ചതായും പത്മജ പറഞ്ഞു. ടി വി തുറന്നാൽ നമുക്ക് ഈ സരിതി വിജയ രാധാകൃഷ്ണനെയൊക്കെ തട്ടിമുട്ടി നടക്കാൻ വയ്യാത്ത, ഇപ്പം ഞങ്ങൾക്കും കഷ്ടകാലത്തിന് പോയി ഉത്തരം പറയേണ്ടി വരും. ടി വിയിൽ പോയിരുന്ന് അതിന് ഉത്തരം പറയേണ്ട ഒരു ഗതികേടിലാണ് ഞങ്ങൾ. ഒരു സ്ത്രീയായിട്ടുള്ള എനിക്ക് പലതിനും ഉത്തരം പറയാൻ തന്നെ ഞാൻ ബുദ്ധിമുട്ടാറുണ്ട്. ആ രീതിയിൽ മാധ്യമ പ്രവർത്തനം വളരെയധികം തരംതാണ് പോയിരിക്കുന്നത്. യോഗത്തിൽ ഏരൂർ സുഭാഷ് അധ്യക്ഷനായി. ബ്ലോക്ക് വൈസ് പ്രസിഡന്റ് മാത്ര രവി സ്വാഗതം പറഞ്ഞു. MPN പീതാംബരക്കുറുപ്പ്, KPCC സെക്രട്ടറി രഘുറാം, DCC സെക്രട്ടറിമാരായ കെട്ടിടത്തിൽ സുലൈമാൻ, കൈപ്പള്ളിൽ മാധവൻകുട്ടി, CR നജീം, DCC വൈസ് പ്രസിഡന്റ് അഞ്ചൽ സോമൻ, MA ലത്തീഫ് തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, അഞ്ചൽ. സോളാർ കേസിലെ മുഖ്യപ്രതി ബിജു രാധാകൃഷ്ണനെ കാരറ സ്വദേശി നൽകിയ ചെക്ക് തട്ടിപ്പ് കേസിൽ ശനിയാഴ്ച പുനലൂർ കോടതിയിൽ ഹാജരാക്കി. കേസിന്റെ വാദം കേൾക്കുന്നത് കോടതി അടുത്ത മാസത്തേക്ക് മാറ്റിവെച്ചു. കനത്ത സുരക്ഷയോടെയാണ് പോലീസ് ബിജുവിനെ കോടതിയിലെത്തിച്ചത്. സോളാർ തട്ടിപ്പ് കേസ് പ്രതി ബിജു രാധാകൃഷ്ണനെ ശനിയാഴ്ച പുനലൂർ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിൽ ഹാജരാക്കി. കാര്യറ സ്വദേശിയായ മുഹമ്മദ് ഹനീഫ നൽകിയ ചീറ്റിംഗ് കേസിലാണ് ബിജു രാധാകൃഷ്ണനെ പുനലൂർ കോടതിയിൽ ഹാജരാക്കിയത്. പത്തനാപുരം താലൂക്ക് കേന്ദ്രീകരിച്ച് പ്രവർത്തിച്ചിരുന്ന JRJ സെക്യൂരിറ്റീസ് എന്ന ഫൈനാൻസ് സ്ഥാപനത്തിന്റെ പേരിൽ മുഹമ്മദ് ഹനീഫയിൽ നിന്നും 7 ലക്ഷം രൂപ തട്ടിയെടുത്തതായാണ് കേസ്. 2004 ആണ് കേസിന് ആസ്പദമായ സംഭവം നടന്നത്. കോടതി നടപടികൾ തുടങ്ങുന്നതിന് അരമണിക്കൂർ മുമ്പ് തന്നെ ബിജു രാധാകൃഷ്ണനെ പോലീസ് കോടതിയിലെത്തിച്ചു. പ്രത്യേക വാഹനത്തിൽ കനത്ത പോലീസ് സംരക്ഷണയിലാണ് ബിജു രാധാകൃഷ്ണനെ പുനലൂരിലെത്തിച്ചത്. കോടതി നടപടികൾ തുടങ്ങി ആദ്യം തന്നെ ബിജുവിന്റെ കേസാണ് കോടതി കേട്ടത്. വാദം കേൾക്കുന്നതിനായി ഡിസംബറിലേക്ക് കോടതി കേസ് മാറ്റിവെച്ചു. എന്നാൽ തനിക്ക് ബന്ധുക്കളോടും അഭിഭാഷകനോടും നേരിൽ സംസാരിക്കണമെന്ന് ബിജു കോടതിയെ അറിയിച്ചു. എന്നാൽ ബന്ധുക്കളും അഭിഭാഷകനും എത്താത്തതിനെ തുടർന്ന് ഫോണിൽ സംസാരിക്കാൻ കോടതി അനുമതി നൽകി. എന്നാൽ ബിജുവിന് ഫോൺ നൽകാൻ ആരും തയ്യാറാകാത്തതിനെ തുടർന്ന് ജയിലിലെത്തി ഫോൺ ചെയ്യാനുള്ള അനുമതി കോടതി ബിജു രാധാകൃഷ്ണൻ നൽകി. തുടർന്ന് കോടതി നടപടികൾ പൂർത്തിയാക്കി ബിജു രാധാകൃഷ്ണനെ കൊല്ലം ജയിലിലേക്ക് തിരിച്ചുകൊണ്ടുപോയി. മാധ്യമങ്ങളിലൂടെ പ്രസിദ്ധനായ ബിജു രാധാകൃഷ്ണനെ കാണാൻ വൻ ജനാവലിയാണ് കോടതി പരിസരത്ത് തടിച്ചുകൂടിയത്. ന്യൂസ് ബ്യൂറോ, പുനലൂർ. മതപാഠശാലകളുടെ പ്രവർത്തനം വിപുലീകരിക്കാൻ പദ്ധതികൾ ആരംഭിച്ചതായി തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് MP ഗോവിന്ദൻ നായർ പറഞ്ഞു. കൊട്ടാരക്കരയിൽ മതപാഠശാല സമ്മേളനം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ നേതൃത്വത്തിൽ പ്രവർത്തിച്ചുവരുന്ന മതപാഠശാലകളിലെ അധ്യാപകരുടെയും വിദ്യാർത്ഥികളുടെയും രക്ഷാകർത്താക്കളുടെയും സംയുക്ത ആഭിമുഖ്യത്തിലാണ് മതപാഠശാല സമ്മേളനം സംഘടിപ്പിച്ചത്. ശനിയാഴ്ച രാവിലെ 11 മണിക്ക് ഗണപതി ക്ഷേത്ര സന്നിധിയിൽ നടന്ന സമ്മേളനം തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് MP ഗോവിന്ദൻ നായർ ഉദ്ഘാടനം ചെയ്തു. നമ്മുടെ മതഗ്രന്ഥങ്ങളായ എന്താണെന്നെങ്കിലും ഒന്ന് മനസ്സിലാക്കാൻ സാധിച്ചെന്ന വിധത്തിലുള്ളതായ ഒരു മാർഗം കണ്ടെടുത്താൽ നടപ്പാക്കണം എന്ന ആഗ്രഹത്തിന്റെ ഫലമായിട്ടാണ് ഈ യോഗം സംഘടിപ്പിച്ചിട്ടുള്ളത്. പ്രാധാന്യമുള്ള ഒരു കേന്ദ്രമാണ് കൊട്ടാരക്കര ഈ പ്രസ്ഥാനത്തെ സംബന്ധിച്ചോളം. അതുപോലെ തന്നെ ഈ പ്രദേശത്ത് കേന്ദ്രീകരിച്ചുകൊണ്ടാണ് ഏതാണ്ട് 250ഓളം മതഗ്രന്ഥശാലകൾ മതപാഠശാലകൾ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ ക്ഷേത്രങ്ങളുടെ എണ്ണവും ഹൈന്ദവ ജനതയുടെ എണ്ണവുമെല്ലാം കണക്കെടുത്തുകൊണ്ട് നോക്കിയാൽ ഈ കണക്ക് വളരെ തുച്ഛമായിട്ടുള്ള ഒന്നാണ് എന്നൊരു യാതൊരു സംശയമില്ല. അത് വിപുലീകരിക്കണം എന്ന് തീരുമാനിച്ചുകൊണ്ട് ഈ കഴിഞ്ഞ ബഡ്ജറ്റിൽ തന്നെ കാര്യമായ ഒരു വർധനയോടുകൂടിയുള്ള സംഖ്യ ഇതിന്റെ പ്രവർത്തനത്തിലേക്ക് വേണ്ടി മാറ്റിവെച്ചിട്ടുണ്ട്. ദേവസ്വം ബോർഡ് അംഗം PK കുമാരൻ അധ്യക്ഷനായി. ദേവസ്വം കമ്മീഷണർ P വേണുഗോപാൽ സ്വാഗതം പറഞ്ഞു. ഒരു വീട്ടിൽ ഒരു സന്നിധാനം പദ്ധതിയുടെ ഉദ്ഘാടനം MP ഗോവിന്ദൻ നായർ നിർവഹിച്ചു. മതപാഠശാല പ്രവർത്തനങ്ങളിൽ ദശാബ്ദങ്ങളായി നിസ്വാർത്ഥ സേവനം നടത്തിവരുന്ന മുതിർന്ന വ്യക്തികളെ ചടങ്ങിൽ ആദരിച്ചു. മതപാഠശാലകളുടെ പ്രവർത്തനം വ്യാപിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള പദ്ധതികൾ ആരംഭിച്ചതായും ദേവസ്വം ബോർഡ് അറിയിച്ചു. PR ബാലചന്ദ്രൻ നായർ, KS ബൈജു, മതപാഠശാല കോർഡിനേറ്റർ മണ്ണടി പൊന്നമ്മ, മഹാഗണപതി ക്ഷേത്രോപദേശക സമിതി പ്രസിഡന്റ് K ദിവാകരൻ എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, കൊട്ടാരക്കര. സഭകൾ സമൂഹത്തിനു വേണ്ടിയാകണമെന്ന് രാജ്യസഭാ ഉപാധ്യക്ഷൻ PJ കുര്യൻ പറഞ്ഞു. ക്രൈസ്തവ സഭകൾ പലപ്പോഴും ഇത് മറക്കുന്നുവെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി. മർത്തോമ ദിവന്യാസിയോസ് അനുസ്മരണം പത്തനാപുരത്ത് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ക്രൈസ്തവ സഭകൾ സാമൂഹ്യ പുരോഗതിക്ക് വേണ്ടിയാണ് നിലകൊള്ളേണ്ടതെന്നും ഈ യാഥാർത്ഥ്യം സഭകൾ മറന്നുപോകുന്നത് പലതരത്തിലുള്ള അപചയങ്ങൾക്ക് ഇടം നൽകുന്നുണ്ടെന്നും PJ കുര്യൻ പറഞ്ഞു. നല്ല ക്രിസ്ത്യാനികളുടെയും ക്രിസ്തു വിഭാവന ചെയ്ത ദർശനങ്ങൾ മുറുകെ പിടിക്കുന്ന സഭകളുടെയും അഭാവം ആത്മീയവും മതപരവുമായ ദുര്യോഗത്തിന് കാരണമായെന്നും PJ കുര്യൻ അഭിപ്രായപ്പെട്ടു. എത്ര പേര് ആ പ്രമാണം അനുസരിച്ച് ജീവിക്കുന്നു? എല്ലാവരും
ആർക്കും യേശുക്രിസ്തുവാകാൻ പറ്റത്തില്ല, ആർക്കും പൂർണ്ണ മനുഷ്യനാകാൻ പറ്റത്തില്ല. എന്നാൽ പൂർണ്ണതയിലേക്കുള്ള ഒരു പരിശ്രമമാണ് ജീവിതമായിരിക്കണം. ജീവിതം ഉപയോഗിക്കുന്നത് ലക്ഷ്യം ഏത് എന്ന് അറിയാതിരിക്കുക, അതുമൂലം ലക്ഷ്യത്തിൽ നിന്ന് ദൂരെ അകന്ന് കൊണ്ടേയിരിക്കുക. ലക്ഷ്യത്തിലെത്താൻ എല്ലാവർക്കും കഴിയില്ല, ഒരു സംശയവുമില്ല. പക്ഷെ ലക്ഷ്യത്തിലേക്കുള്ള പരിശ്രമം, ആ ദിശയിലേക്കുള്ള യാത്ര, അതെല്ലാവർക്കും കഴിയും. അത് സാധാരണക്കാർക്ക് കഴിയും. അത് നമുക്ക് കഴിയുമോ? അവിടെ നാം എത്രമാത്രം എത്തി എന്നുള്ളതാണ് ജീവിത വിജയം എന്ന് പറയുന്നത്. സമൂഹത്തിൽ തെറ്റായ പൂജാവിഗ്രഹങ്ങൾ ഉണ്ടാകുന്നത് യുവതലമുറയെ വഴിതെറ്റിക്കുമെന്നും തെറ്റായ അറിവുകൾ ശരിയായി ദുർവ്യാഖ്യാനം ചെയ്യപ്പെടുന്നുണ്ടെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു. മിസ്ഇൻഫർമേഷൻ മാത്രമല്ല, പൂജാവിഗ്രഹങ്ങൾ തെറ്റുന്നു. ഞാൻ വിദ്യാർത്ഥിയായിരുന്ന കാലത്ത് മഹാത്മാഗാന്ധിജി, പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു, സ്വാമി വിവേകാനന്ദ, ഇതൊക്കെയാണ് ഇന്ന് ഇന്റർനെറ്റ് നോക്കുന്ന ചെറുപ്പക്കാരൻ പഠിപ്പിക്കണം. ആധുനിക പത്തനാപുരത്തിന്റെ പിതാവാണ് കാലം ചെയ്ത ദിവന്യാസിയോസ് തിരുമേനിയെന്ന് അദ്ദേഹം പറഞ്ഞു. സെന്റ് സ്റ്റീഫൻസ് കോർപ്പറേറ്റ് മാനേജരും ദേറ സുപ്പീരിയറുമായ സിഒ ജോസഫ് റംബാൻ അധ്യക്ഷനായി. സ്വാമി വിവേകാനന്ദൻ വിശേഷിപ്പിച്ച കേരളം എന്ന ഭ്രാന്താലയത്തെ മനുഷ്യാലയമാക്കിയത് ക്രൈസ്തവ മിഷണറിമാരാണെന്ന് മുഖ്യപ്രഭാഷണം നടത്തിയ വിവരാവകാശ കമ്മീഷണർ ഡോക്ടർ കുര്യാസ് കുമ്പളക്കുഴി പറഞ്ഞു. ദേറ സെക്രട്ടറി റവറൻ ഫാദർ കെ വി പോൾ, മാധ്യമപ്രവർത്തകൻ പോൾ മണലിൽ, റവറൻ ഫാദർ കെ എ എബ്രഹാം എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, പത്തനാപുരം. കാർഷിക മേഖലയെ പ്രതിസന്ധിയിൽ നിന്ന് കരകയറ്റാൻ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ ക്രിയാത്മകമായി ഇടപെടണമെന്നാവശ്യപ്പെട്ടുള്ള സ്വതന്ത്ര കർഷക സംഘത്തിന്റെ കർഷക സംരക്ഷണ ജാഥയ്ക്ക് ഡിസംബർ 2 പുനലൂരിൽ സ്വീകരണം നൽകും. സംസ്ഥാന പ്രസിഡന്റ് കുറുക്കോളി മൊയ്തീനാണ് ജാഥ നയിക്കുന്നത്. സ്വതന്ത്ര കർഷക സംഘം സംസ്ഥാന പ്രസിഡന്റ് കുറുക്കോളി മൊയ്തീൻ നയിക്കുന്ന കർഷക സംരക്ഷണ ജാഥയ്ക്ക് പുനലൂരിൽ വൻപിച്ച വരവേൽപ്പ് നൽകുമെന്ന് സംഘാടകർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. ഡിസംബർ 2 ഉച്ചയ്ക്ക് 1 മണിക്ക് പുനലൂർ മാർക്കറ്റ് ജംഗ്ഷനിലാണ് സ്വീകരണ പരിപാടി സംഘടിപ്പിച്ചിരിക്കുന്നത്. ഇന്ത്യൻ സാമ്പത്തിക രംഗത്തിന്റെ നട്ടെല്ലായ കാർഷിക മേഖലയെ പ്രതിസന്ധിയിൽ നിന്ന് കരകയറ്റാൻ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ അടിയന്തരമായി ഇടപെടണമെന്നാവശ്യപ്പെട്ട് ഭീമഹർജി പ്രധാനമന്ത്രിക്ക് നൽകുക എന്നതാണ് ജാഥയിലൂടെ ലക്ഷ്യമിടുന്നത്. സ്വീകരണ സമ്മേളനത്തിന് സ്വതന്ത്ര കർഷക സംഘം താലൂക്ക് കമ്മിറ്റി പ്രസിഡന്റ് കെ എ കലാം അധ്യക്ഷത വഹിക്കും. ഡോക്ടർ എ യൂനിസ് കുഞ്ഞ് XMLA സ്വീകരണ സമ്മേളനം ഉദ്ഘാടനം ചെയ്യും. IUML പുനലൂർ മണ്ഡലം സെക്രട്ടറി MM ജലീൽ സ്വാഗതം പറയും. IUML ജില്ലാ ജനറൽ സെക്രട്ടറി M അൻസറുദ്ദീൻ മുഖ്യപ്രഭാഷണം നടത്തും. അഞ്ചൽ S ഇബ്രാഹിംകുട്ടി, അഡ്വക്കേറ്റ് റംലത്ത് അബ്ദുൽ കലാം, ദുനൂബ് കുട്ടി M, കുന്നിക്കോട് ഹാജി M അബ്ദുൽ കലാം, അഡ്വക്കേറ്റ് കാരിർ നാസർ തുടങ്ങിയവർ സംസാരിക്കും. കാസർഗോഡ് നിന്നും കഴിഞ്ഞ 21-ാം തീയതി നവംബർ 21-ാം തീയതി സ്റ്റാർട്ട് ചെയ്ത് തുടക്കമിട്ട് ഇവിടെ പുനലൂരിൽ 2-ാം തീയതി ഉച്ചയ്ക്ക് എത്തിച്ചേരുകയാണ്. അപ്പോൾ അദ്ദേഹത്തിനെ സംബന്ധിച്ചിടത്തോളം ഒരു 8-9 അത്യാവശ്യ കാര്യങ്ങൾ ഞങ്ങളുടെ നോട്ടീസിൽ പരിഹരിച്ചിട്ടുണ്ട്. ഞങ്ങൾ ഗവൺമെൻറ്റിനോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്, ഇന്ത്യ ഗവൺമെൻറ്റിനോടാണ് ആവശ്യപ്പെട്ടത്. ആ പ്രശ്നങ്ങൾ പരിഹരിച്ച് കിട്ടുന്നതിന് വേണ്ടിയാണ് ഞങ്ങൾ ഇപ്പോഴത്തെ ഈ ദൗത്യം. അപ്പോൾ കർഷകരെ സംബന്ധിച്ച് നമ്മുടെ രാജ്യത്ത് നമ്മളെ ഈ ജീവിച്ചിരിക്കുന്ന മുഴുവൻ വരുന്ന ആളുകൾക്ക് ഇന്ത്യ രാജ്യത്ത് ഭക്ഷണം ഉണ്ടാക്കുന്നതിന് പ്രയത്നിക്കുന്ന കർഷകരെ മാന്യമായി കാണണമെന്നും അവരുടെ എല്ലാ പ്രവർത്തനങ്ങൾക്കും ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്നുള്ള സഹായം, ഇപ്പം നിസ്സഹകരണമുള്ളത് മാറ്റിക്കൊണ്ട് സഹായ സഹകരണങ്ങൾ എത്തിക്കാൻ വേണ്ടിയുള്ള ഒരു പ്രാരംഭ നടപടിയുടെ തുടക്കം കുറിക്കലാണ്. എന്നാൽ ഇവിടെ സംഘടനകൾ, കർഷക സംഘടന ഒരുപാടെണ്ണം നമ്മുടെ ഇന്ത്യ രാജ്യത്ത് പ്രവർത്തിക്കുന്നുണ്ട്. പക്ഷേ മറ്റുള്ള സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് നമ്മുടെ കാർഷിക വിഭവങ്ങൾ സംഭരിക്കാനും അത് സംബന്ധിച്ച് ജനങ്ങളെ ബോധവാന്മാരാക്കി കാർഷിക വിപണി വർദ്ധിപ്പിക്കാനുമുള്ള ഒരു സാഹചര്യം നമ്മുടെ കേരള സംസ്ഥാനത്ത് സൃഷ്ടിക്കാത്തതിൻ്റെ പശ്ചാത്തലത്തിൽ പലപ്പോഴും നമ്മൾ പല ആഹാരത്തിനും വലിയ വില കൊടുത്ത് വാങ്ങേണ്ട ഒരു സ്ഥിതി കേരള സംസ്ഥാനത്ത് നിലനിൽക്കുന്നു. അതാണ് നമ്മളെ സംബന്ധിക്കുന്ന ഏറ്റവും വലിയൊരു പ്രശ്നം. നമ്മുടെ രാജ്യത്ത് ഉൽപ്പാദിപ്പിക്കാത്തത് കൊണ്ടും അഥവാ മറ്റ് ഇതര രാജ്യങ്ങൾ ഉൽപ്പാദിപ്പിച്ചാൽ മറ്റ് കരിഞ്ചന്തകളിൽ കൂടി അത് കിട്ടുന്നത് കൊണ്ടുള്ള അന്യായമായ വില കൊടുത്ത് വാങ്ങേണ്ട സ്ഥിതി കേരള സംസ്ഥാനത്ത് ജനങ്ങൾക്ക് സംജാതമായിരിക്കുന്നുണ്ട്. ഇന്ത്യ രാജ്യത്ത് മൊത്തത്തിൽ ഒരേ രീതിയിൽ കിട്ടത്തക്കവണ്ണവും അതുകൊണ്ട് കേരള സംസ്ഥാനത്ത് കൂടുതൽ ഭക്ഷ്യധാന്യങ്ങൾ ഉൽപ്പാദിക്കാനുള്ള സാഹചര്യം സൃഷ്ടിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു പ്രാരംഭ നടപടി എന്ന രീതിയിലാണ് കർഷക സംഘം വളരെ ബൃഹത്തായി പരിപാടി ആരംഭിച്ചത്. വാർത്താ സമ്മേളനത്തിൽ സ്വതന്ത്ര കർഷക യൂണിയൻ താലൂക്ക് പ്രസിഡന്റ് കെ എ കലാം, സെക്രട്ടറി അബ്ദുൽ അസീസ്, കുന്നിക്കോട് ഹാജി അബ്ദുൽ കലാം, MM ജലീൽ, അബ്ദുൽ സമദ് തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, പുനലൂർ. കേരള ലാറ്റിൻ കാത്തലിക് അസോസിയേഷന്റെ പുനലൂർ രൂപത സമുദായ സംഗമം ഡിസംബർ 7 സംഘടിപ്പിക്കും. വിവിധ ആവശ്യങ്ങൾ സർക്കാരിന്റെ ശ്രദ്ധയിൽപ്പെടുത്തുക എന്ന ലക്ഷ്യമാണ് സംഗമത്തിനുള്ളതെന്ന് സംഘാടകർ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു.
കൊല്ലം, പത്തനംതിട്ട, ആലപ്പുഴ ജില്ലകളിൽ വ്യാപിച്ചു കിടക്കുന്ന പുനലൂർ രൂപതയിലെ കേരള ലാറ്റിൻ കാത്തോലിക് അസോസിയേഷന്റെ നേതൃത്വത്തിൽ പുനലൂരിൽ സമുദായ സംഗമം സംഘടിപ്പിക്കുന്നു. ഡിസംബർ 7 ശനിയാഴ്ച വൈകിട്ട് 4 മണിക്ക് പുനലൂർ പ്രൈവറ്റ് ബസ് സ്റ്റാൻഡ് മൈതാനിയിലാണ് സംഗമം സംഘടിപ്പിച്ചിരിക്കുന്നത്. സംഘാടകർ വാർത്താസമ്മേളനത്തിലാണ് ഇക്കാര്യം അറിയിച്ചത്. കേരളത്തിലെ 11 ലത്തീൻ രൂപതകളിലെയും തീരനാട്ടിലും മലനാട്ടിലും ഇടനാട്ടിലും അധിവസിക്കുന്ന ജനവിഭാഗങ്ങളുടെ സമുദായങ്ങളുടെ ബാധിക്കുന്ന ചില വിഷയങ്ങൾ പരാമർശിച്ചുകൊണ്ടാണ് ഈ മഹാസമ്മേളനം നടത്തുന്നത്. ദളിത് ക്രൈസ്തവരെ പട്ടികജാതി പദവി ഉടൻ പ്രഖ്യാപിക്കുക, ജസ്റ്റിസ് നരേന്ദ്രൻ കമ്മീഷൻ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ നഷ്ടപ്പെട്ട സർക്കാർ ഉദ്യോഗങ്ങൾ മുൻകാല പ്രാബല്യത്തോടെ ഉടൻ നികത്തുക, പിന്നാക്ക സമുദായ വികസന കോർപ്പറേഷന്റെയും പരിവർത്തിത ക്രൈസ്തവ കോർപ്പറേഷന്റെയും ചെയർമാൻമാർക്ക് ക്യാബിനറ്റ് പദവി നൽകുക, പിന്നാക്ക വിഭാഗങ്ങൾക്ക് സമ്പൂർണ്ണ ഭവന പദ്ധതി നടപ്പിലാക്കുക, ഭരണഘടനാ സ്ഥാപനങ്ങൾ, സ്റ്റാറ്റ്യൂട്ടറി ബോഡികൾ, സ്വയംഭരണ സ്ഥാപനങ്ങൾ തുടങ്ങിയ സമിതികളിൽ ലത്തീൻ കത്തോലിക്ക സമുദായത്തിന് അർഹമായ പ്രാതിനിധ്യം നൽകി അവസര സമത്വവും നീതിയും ഉറപ്പാക്കുക, മത്സ്യത്തൊഴിലാളികളും കർഷക തൊഴിലാളികളും തോട്ടം തൊഴിലാളികളും നിർമ്മാണ തൊഴിലാളികളും ഉൾപ്പെടുന്ന അടിസ്ഥാന വർഗ്ഗങ്ങളുടെ പ്രശ്നങ്ങൾ പഠിക്കാൻ കമ്മീഷനെ നിയമിക്കുക, കേന്ദ്രത്തിൽ ഫിഷറീസ് മന്ത്രാലയം സ്ഥാപിക്കുക, മത്സ്യത്തൊഴിലാളികൾക്കും കർഷക തൊഴിലാളികൾക്കും തോട്ടം തൊഴിലാളികൾക്കും നിർമ്മാണ തൊഴിലാളികൾക്കും 5 ലക്ഷം രൂപ റിട്ടയർമെന്റ് ആനുകൂല്യം നടപ്പിലാക്കുക, കേരള സർക്കാരിന്റെ കീഴിൽ അസംഘടിത തൊഴിലാളികൾക്ക് വേണ്ടിയുള്ള 30ഓളം ക്ഷേമനിധികൾ കാലോചിതമായി പരിഷ്കരിച്ച് നടപ്പിലാക്കുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് കേരളത്തിലെ 11 ലത്തീൻ രൂപതകളിലും വിവിധ സ്ഥലങ്ങളിൽ സമ്മേളനം നടക്കുന്നതിനൊപ്പം തന്നെ ഡിസംബർ 8 കേരള ലത്തീൻ കത്തോലിക്ക സമുദായ ദിനം കൂടിയാണ്. അതിന്റെ ഭാഗമായിട്ടാണ് പുനലൂർ രൂപതയിലെ ലത്തീൻ കത്തോലിക്ക ഡിസംബർ 7-ാം തീയതി ഒരു മഹാസംഗമം പുനലൂരിൽ സംഘടിപ്പിക്കുന്നത്. ന്യൂസ് ബ്യൂറോ, പുനലൂർ. IAY ഭവന പദ്ധതിയുടെ ഗുണഭോക്താക്കൾക്ക് അവസാന ഗഡു തുക നൽകാത്തത് ബാങ്ക് വായ്പ ലഭിക്കാത്തതിനാലാണെന്ന് പത്തനാപുരം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ആശാ ശശിധരൻ. ബ്ലോക്ക് പഞ്ചായത്തിന്റെ അലംഭാവമാണ് അവസാന ഗഡു ലഭിക്കാത്തതിന് കാരണമെന്ന് ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് SN നസീർ ആരോപിച്ചിരുന്നു. പത്തനാപുരം ബ്ലോക്ക് പഞ്ചായത്തിൽ IAY ഭവന പദ്ധതി പ്രകാരം വീട് ലഭിച്ചവർക്ക് അവസാന ഗഡു നൽകാത്തത് ദേശസാൽകൃത ബാങ്കുകളോ സർവീസ് സഹകരണ ബാങ്കുകളോ വായ്പ നൽകാത്തതുകൊണ്ടാണെന്ന് ആശാ ശശിധരൻ പറഞ്ഞു. ബ്ലോക്ക് പഞ്ചായത്ത് പരിധിയിലുള്ള എല്ലാ ബാങ്കുകളോടും അഭ്യർത്ഥിച്ചെങ്കിലും ആരും വായ്പ നൽകാൻ തയ്യാറായില്ല. ഞങ്ങൾ ഈ 6 പഞ്ചായത്തിലെ എവിടെല്ലാം സഹകരണ പ്രാഥമിക സംഘങ്ങളുണ്ടോ ഒരു 7 മാസമായിട്ട് ആപ്ലിക്കേഷൻ കൊണ്ട് കയറി ഇറങ്ങുക. IAY പദ്ധതിയുമായി ബന്ധപ്പെട്ടുള്ള സർക്കാർ ഉത്തരവിൽ വ്യക്തതയില്ലാത്തതിനാലാണ് ധനകാര്യ സ്ഥാപനങ്ങൾ വായ്പ നൽകാത്തത്. ഈ വിഷയം മുൻനിർത്തി തന്റെ രാജി ആവശ്യപ്പെടുന്നവർ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ രാജിയാണ് ആവശ്യപ്പെടേണ്ടത്. ഏറ്റവും അവസാനം ഞങ്ങൾക്ക് ഒരു ഉത്തരവ് വന്നേക്കുന്നത് പ്രാഥമിക സഹകരണ സംഘങ്ങളിൽ നിന്നും 8.75 രൂപയ്ക്ക് ശതമാനം നിരക്കിലെ വായ്പ ഈ ബെനിഫിഷ്യറീസിന് കൊടുക്കാനാണ് പറഞ്ഞത്. അതിപ്പോൾ വീണ്ടും അവസാനം കഴിഞ്ഞ മാസം വീണ്ടും അവസാനമായിട്ട് ഒരു ഉത്തരവോടെ വന്നിട്ടുണ്ട്. 11% പലിശ, 11.25% പലിശ ഗവൺമെന്റ് കൊടുത്തുകൊള്ളാം. തുല്യ 10 ഗഡുക്കളായിട്ട് ബ്ലോക്ക് പഞ്ചായത്ത് ഈ അധിക വിഹിതം പ്രാഥമിക സഹകരണ സംഘങ്ങളിൽ നിന്നും വാങ്ങി ബെനിഫിഷ്യറീസിന് കൊടുക്കണമെന്നും പലിശ ഗവൺമെന്റ് വഹിച്ചുകൊള്ളാമെന്ന് പറയാം. അങ്ങനെ 3-4 ഉത്തരവുകളാണ് IAY വീടിനെ സംബന്ധിച്ച് വന്നത്. ഞങ്ങളാരും ഉത്തരവാദികളല്ല. ഈ അധിക വിഹിതം കൊടുക്കാൻ ഗവൺമെന്റാണ് പറഞ്ഞത്. ആ ഗവൺമെന്റ് കൊടുക്കാൻ പറഞ്ഞെങ്കിൽ അത് കൊടുക്കാനുള്ള ധാർമ്മിക ഉത്തരവാദിത്വം ഇന്ന് കേരളം ഭരിക്കുന്ന ഗവൺമെന്റിനുണ്ട്. അത് കൊടുക്കാൻ പറ്റിയില്ല എങ്കിൽ ഞങ്ങൾ ആവശ്യപ്പെടുന്നത് ഈ UDF ഗവൺമെന്റ് രാജിവെച്ച് പുറത്തു പോകണമെന്നാണ് ഞങ്ങൾക്ക് ആവശ്യപ്പെടാനുള്ളത്. ബ്ലോക്ക് പഞ്ചായത്ത് ഈ വിഷയത്തിൽ ഒരു തരത്തിലും അനാസ്ഥ കാട്ടിയിട്ടില്ലെന്നും ആശാ ശശിധരൻ പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, പത്തനാപുരം. 1ാം ഘട്ട വികസനം പൂർത്തിയാക്കി 5 വർഷം പിന്നിട്ട് പുനലൂർ KSRTC ഡിപ്പോയുടെ തുടർ വികസനം അനന്തമായി നീളുകയാണ്. നഗരസഭയും KSRTCയും തമ്മിലുള്ള അഭിപ്രായ ഭിന്നതയാണ് വികസനത്തിന് തടസ്സമാകുന്നതെന്ന് പുനലൂർ ബ്യൂറോ റിപ്പോർട്ട് ചെയ്യുന്നു. പുനലൂർ KSRTC ഡിപ്പോ വികസനം പ്രതിസന്ധിയിൽ. പുനലൂർ നഗരസഭയും KSRTCയും തമ്മിലുള്ള അഭിപ്രായ ഭിന്നതകളാണ് KSRTC ഡിപ്പോയുടെ വികസനത്തിന് പ്രതിസന്ധിയായി തുടരുന്നത്. MPമാരായ MP അച്യുതന്റെയും KN ബാലഗോപാലിന്റെയും പ്രാദേശിക വികസന ഫണ്ടിൽ നിന്നും അനുവദിച്ച 30 ലക്ഷം രൂപയുടെ 1ാം ഘട്ട വികസനം പൂർത്തിയാക്കി. 5 വർഷം മുമ്പ് തന്നെ അന്നത്തെ മുഖ്യമന്ത്രി VS അച്യുതാനന്ദൻ ഉദ്ഘാടനം നിർവഹിച്ചിരുന്നു. തുടർന്നുള്ള വികസനങ്ങൾ നഗരസഭയുടെ പ്ലാൻ ഫണ്ടും MLA ഫണ്ടും ഉപയോഗിച്ചാണ് നടത്തിയത്. ട്രാൻസ്പോർട്ട് കോർപ്പറേഷന്റെ ചരിത്രത്തിൽ ആദ്യമായാണ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനം ട്രാൻസ്പോർട്ട് കോർപ്പറേഷന്റെ സ്ഥലത്തെ വികസന പ്രവർത്തനങ്ങൾ നടത്തുന്നത്. സ്ഥലം നഗരസഭയ്ക്ക് കൈമാറാതെയാണ് നഗരസഭ നിർമ്മാണ പ്രവർത്തനങ്ങൾ ഇവിടെ നടത്തിയത്.
ട്രാൻസ്പോർട്ട് കോർപ്പറേഷന്റെ നിലപാടുകളിൽ മാറ്റം വന്നതിനെ തുടർന്ന് കോർപ്പറേഷൻ സ്ഥലത്ത് നടത്തിയ നിർമ്മാണ പ്രവർത്തനങ്ങളിൽ നഗരസഭയ്ക്ക് അവകാശവാദം ഉന്നയിക്കാനായില്ല. ഇതോടെയാണ് ഡിപ്പോ വികസനം അവതാളത്തിലായത്. അടിയന്തരമായി ഉന്നത അധികാരികൾ പ്രശ്നത്തിൽ ഇടപെട്ട് പ്രശ്നങ്ങൾക്ക് പരിഹാരം കണ്ട് വികസന പ്രവർത്തനങ്ങൾ പുനരാരംഭിക്കണമെന്ന ആവശ്യം ശക്തമാവുകയാണ്. ന്യൂസ് ബ്യൂറോ, പുനലൂർ. ഏനാദിമംഗലം ഗ്രാമപഞ്ചായത്ത് സമസ്ത മേഖലകളിലും പുരോഗതി നേടിക്കൊണ്ടിരിക്കുകയാണെന്ന് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സജി മാരൂർ. ഏനാദിമംഗലം കമ്മ്യൂണിറ്റി ഹെൽത്ത് സെന്ററിൽ നടന്ന ആരോഗ്യ ബോധവത്കരണം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. ആരോഗ്യ പരിപാലനത്തിനും ശുചിത്വത്തിനും പൊതുജനം കൂടുതൽ ഊന്നൽ നൽകണമെന്നും ഗാർഹികവും സാമൂഹികവുമായ ശുചിത്വ സുരക്ഷാ ജോലികൾ കുടുംബശ്രീയുടെയോ ഗ്രാമപഞ്ചായത്തിന്റെയോ ഉത്തരവാദിത്വം മാത്രമാണെന്ന ധാരണ തിരുത്തപ്പെടേണ്ടതാണെന്നും സജി മാരൂർ പറഞ്ഞു. സ്വന്തം ചുറ്റുപാടുകൾ വൃത്തിഹീനമാക്കി രോഗത്തെ വിളിച്ചു വരുത്തുന്നവർക്കെതിരെ അദ്ദേഹം രൂക്ഷമായ ഭാഷയിലാണ് വിമർശനമുയർത്തിയത്. കുടുംബശ്രീയിലെ പെണ്ണുങ്ങൾ വന്നിട്ട് ഇവരുടെ വീടും ചുറ്റുപാടും എല്ലാം ക്ലീനാക്കി പരിസരങ്ങളെല്ലാം റെഡിയാക്കി അവരുടെ വീട്ടിൽ നിന്ന് ഒഴിഞ്ഞു വീഴുന്ന ഓട എല്ലാം കൂടെ നാശമായി കിടക്കുന്ന എല്ലാം കൂടെ വന്നിട്ട് നമ്മുടെ കുടുംബശ്രീയിലെ പെണ്ണുങ്ങൾ അവരൊന്നും ഇതിനകത്ത് വരുന്ന ആളുകളല്ല. അപ്പൊ ഈ കുടുംബശ്രീയിലെ സ്ത്രീകൾ വന്നതെല്ലാം ഇപ്പൊ ക്ലീനാക്കി തരും എന്നുള്ള ഒരു ശീലം നമ്മൾ ഇവിടെ ഒരു ദുശീലമാക്കി മാറ്റി. അവരവരുടെ റബ്ബറും തോട്ടത്തിലെ ചിരട്ട കമത്താൻ വരുന്നത് എന്നാണ്. എന്റെ റബ്ബറും തോട്ടത്തിലെ ചിരട്ട എന്താണ് കുടുംബശ്രീയിലെ സ്ത്രീകൾ വന്ന് കമത്തി? എന്റെ റബ്ബറും തോട്ടത്തിലെ ചിരട്ട എന്താണ് കുടുംബശ്രീയിലെ സ്ത്രീകൾ വന്ന് കമത്തി വയ്ക്കാത്തത്? ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സജിനി സുഗു അധ്യക്ഷത വഹിച്ചു. ഏനാദിമംഗലം CHSC മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ലക്ഷ്മി ബലരാമൻ, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ അരുൺ രാജ്, ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ കുമാരി സന്ധ്യ, മേരി തോമസ്, കെ ശിവരാമൻ എന്നിവർ പ്രസംഗിച്ചു. ഡെപ്യൂട്ടി DMO ഡോക്ടർ ഷൈജു ഹമീദ് ആരോഗ്യ സുരക്ഷയെ ആസ്പദമാക്കി ക്ലാസുകളെടുത്തു. ഏനാദിമംഗലം ഗ്രാമപഞ്ചായത്തിനെ ആരോഗ്യ മേഖലയാക്കി മാറ്റുന്നതിന്റെ ഭാഗമായി വിദ്യാർത്ഥികൾക്കിടയിൽ പ്രാദേശികമായി ശുചിത്വ സർവേ നടത്തുന്നതിനും കൊതുകു നശീകരണത്തിനും വിദ്യാർത്ഥികൾക്കിടയിൽ ഹെൽത്ത് ക്ലബ്ബ് രൂപീകരിക്കുന്നതിനും മാലിന്യ സംസ്കരണ കേന്ദ്രങ്ങൾ സ്ഥാപിക്കുന്നതിനും യോഗത്തിൽ തീരുമാനമായി. ന്യൂസ് ബ്യൂറോ, പത്തനാപുരം. ശബരിമല ദർശനം കഴിഞ്ഞു മടങ്ങിയ തിരുവനന്തപുരം സ്വദേശികളായ അയ്യപ്പന്മാർ കൊട്ടാരക്കര പട്ടണമധ്യത്തിൽ തീർത്ത ഡിവോഷണൽ ഫ്ളാഷ് മോബ് അരമണിക്കൂറോളം പട്ടണത്തെ കൌതുകത്തിലാക്കി. ശനിയാഴ്ചയാണ് സംഭവം. ശബരിമല ദർശനം കഴിഞ്ഞ് ടൂറിസ്റ്റ് ബസ്സിൽ ഉച്ചഭാഷിണിയിലൂടെ ശരണമന്ത്രം മുഴക്കി പാപ്പനംകോട്ടേക്ക് മടങ്ങുകയായിരുന്നു അയ്യപ്പന്മാർ. കൊട്ടാരക്കര പുലമൺ ജംഗ്ഷനിലെത്തിയപ്പോൾ വാഹനം നിർത്തിയിറങ്ങിയ അയ്യപ്പന്മാർ പൊടുന്നനെ വാഹനത്തിലെ ഭക്തിഗാനത്തിനൊത്ത ചുവടുകൾ വയ്ക്കാൻ തുടങ്ങി. ശബരിമല കയറിയിറങ്ങിയതിന്റെ ക്ഷീണം തെല്ലുമില്ലാതെയായിരുന്നു നൃത്തം. ഭക്തിഗാനത്തിന്റെ ലഹരിയിൽ തുള്ളുന്ന അയ്യപ്പന്മാരെ നാട്ടുകാർ അമ്പരപ്പോടെ നോക്കി നിന്നു. ആവേശം കയറിയ അയ്യപ്പന്മാർ തങ്ങൾ നിൽക്കുന്നത് എവിടെയാണെന്ന് പോലും ചിന്തിച്ചില്ല. ചെറിയ വാഹനങ്ങൾ പാർക്ക് ചെയ്യേണ്ട സ്ഥലത്ത് വണ്ടി പാർക്ക് ചെയ്തതിനു ശേഷം MC റോഡിന്റെ നടുവിലിറങ്ങിയായിരുന്നു നൃത്തം. അതും തിരക്കേറിയ ട്രാഫിക് ഐലൻഡിന് സമീപം. ഹോംഗാർഡ് അയ്യപ്പന്മാരെ ഒന്ന് നോക്കി. പിന്നെ എന്തെങ്കിലും ആകട്ടെ, തന്റെ ജോലി തുടരാം എന്ന മട്ടിൽ തലതിരിച്ചു. ആരെയും വകവയ്ക്കാതെ ഭക്തർ ഗാനത്തിനൊത്ത് ചുവട് വെച്ചുകൊണ്ടേയിരുന്നു. ഒടുവിൽ അരമണിക്കൂർ പട്ടണത്തെ കൌതുകത്തിന്റെയും ഭക്തിയുടെയും നിറവിലാക്കിയ ശേഷം തീർത്ഥാടക സംഘം വണ്ടി കയറി. ന്യൂസ് ബ്യൂറോ, കൊട്ടാരക്കര. ദീർഘകാലത്തെ സേവനത്തിനു ശേഷം വിരമിക്കുന്ന പത്തനാപുരം പോലീസ് സ്റ്റേഷനിലെ ASI തുളസീധരൻ നായർ, അഷ്റഫ് കുന്നിക്കോട് എന്നിവർക്ക് സഹപ്രവർത്തകർ ആദരവോടെ യാത്രയയപ്പ് നൽകി. ദീർഘകാലത്തെ കൃത്യനിർവഹണത്തിന് ശേഷം പത്തനാപുരം പോലീസ് സ്റ്റേഷനിൽ നിന്നും അഡീഷണൽ സബ് ഇൻസ്പെക്ടറായി വിരമിക്കുന്ന തുളസീധരൻ നായർ, അഷറഫ് കുന്നിക്കോട് എന്നിവർക്കാണ് സ്റ്റേഷൻ അങ്കണത്തിൽ യാത്രയയപ്പ് സമ്മേളനം സംഘടിപ്പിച്ചത്. പത്തനാപുരം പോലീസ് സബ് ഇൻസ്പെക്ടർ PI മുബാറക്കിന്റെ അധ്യക്ഷതയിൽ കൊട്ടാരക്കര സർക്കിൾ ഇൻസ്പെക്ടർ P വിജയൻ താമ്രപത്രവും ഉപഹാരങ്ങളും നൽകി ഇരുവരെയും ആദരിച്ചു. 30 വർഷത്തോളം സർവീസ് പൂർത്തിയാക്കി മറ്റന്നാൾ അവർ കേരള പോലീസിൽ നിന്ന് വിട പറയുകയാണ്. അതായത് നമ്മൾ ജനിച്ചാൽ ഒരാൾക്ക് മരണം ഉറപ്പാണ് എന്ന് പറഞ്ഞതുപോലെ സർവീസിൽ കയറിയാൽ 55 അല്ലെങ്കിൽ 56, ഇപ്പോൾ 56 വയസ്സായി, 56 വയസ്സ് വരെ ആക്കിയിട്ടുണ്ട്. അപ്പോൾ ആ 56 വയസ്സ് പൂർത്തിയാകുമ്പോൾ ഇന്ന് ഞാൻ നാളെ നീ എന്ന് പറഞ്ഞതുപോലെ എല്ലാവരും സർവീസിൽ നിന്ന് പെൻഷനാകും. അപ്പോൾ ഈ 2
പ്രിയ സുഹൃത്തുക്കളും ഈ പത്തനാപുരം പോലീസ് സ്റ്റേഷനിൽ ഞാനിപ്പോൾ 2 വർഷത്തിൽ കൂടുതൽ CA ആയിട്ട് ഇവിടെ ജോലി ചെയ്തു. അതിൽ ശ്രീ തുളസി ഏകദേശം എൻ്റെ കൂടെ ഞങ്ങൾ ഒരുമിച്ച് സ്പെഷ്യൽ ബ്രാഞ്ചിലുണ്ടായിരുന്നു. ഔദ്യോഗിക രംഗത്ത് സാമൂഹ്യ മനസാക്ഷി തിരിച്ചറിഞ്ഞ് പ്രവർത്തിച്ച നിയമപാലകന്മാരാണ് AIC-മാരായ തുളസീധരൻ നായരും അഷറഫ് കുന്നിക്കോടുമെന്ന് കൊട്ടാരക്കര CI വിജയൻ പറഞ്ഞു. ASI MM ഷെരീഫ് സ്വാഗതം ആശംസിച്ചു. മാധ്യമപ്രവർത്തകരായ പ്രദീപ് ഗുരുകുലം, സുബി ചേകം, ജനമൈത്രി പോലീസ് PRO വസന്തകുമാർ, പത്തനാപുരം പോലീസ് കൌൺസിലർ വിജയബാബു, കേരള പോലീസ് അസോസിയേഷൻ കൊല്ലം ജില്ലാ പ്രസിഡന്റ് ഷാജി മത്തായി, അസിസ്റ്റന്റ് SI-മാരായ വിജയൻ, സെൽവരാജ്, ജോസ്, പ്രദീപ്, രാജു എന്നിവർ ആശംസകൾ അർപ്പിച്ചു. സർവീസിൽ നിന്നും വിരമിക്കുന്നവർ സകുടുംബമായാണ് യാത്രയയപ്പ് സമ്മേളനത്തിൽ പങ്കെടുത്തത്. വിഭവസമൃദ്ധമായ സ്നേഹവിരുന്നോടെയാണ് യാത്രയയപ്പ് സമ്മേളനം സമാപിച്ചത്. ന്യൂസ് ബ്യൂറോ, പത്തനാപുരം. പുനലൂർ നഗരം കൂറ്റൻ ഫ്ലക്സുകളുടെ പിടിയിലാണ്. നിത്യവും ഗതാഗതക്കുരുക്കുണ്ടാക്കുന്ന നഗരത്തിലെ ഇടുങ്ങിയ പ്രധാന പാതകളിൽ പല ഫ്ലക്സുകളും ഡ്രൈവർമാരുടെ കാഴ്ച മറയ്ക്കുകയാണ്. പുനലൂർ നഗരത്തിലെ പ്രധാന പാതയിൽ മിക്കയിടത്തും കാഴ്ചകൾ മറച്ച് കൂറ്റൻ ഫ്ലക്സ് ബോർഡുകൾ സ്ഥാനം പിടിച്ചു കഴിഞ്ഞു. പാതയോരങ്ങളിൽ ഫ്ലക്സ് ബോർഡുകൾ സ്ഥാപിക്കുന്നതിന് പാലിക്കേണ്ട നിയമങ്ങൾ തെല്ലും വകവയ്ക്കാതെയാണ് രാഷ്ട്രീയ പാർട്ടികൾ ഉൾപ്പെടെ ബോർഡുകൾ സ്ഥാപിച്ചിരിക്കുന്നത്. വലിയ പല ബോർഡുകളും ഉറപ്പില്ലാത്ത തൂണുകളിലാണ് ഘടിപ്പിച്ചിരിക്കുന്നത്. ശക്തമായ കാറ്റിൽ ഇവ യാത്രക്കാരുടെ മേലേക്ക് നിലം പൊത്താൻ സാധ്യത കൂടുതലാണ്. ദേശീയപാതാ വിഭാഗത്തിന്റെയും നഗരസഭയുടെയും പ്രത്യേക അനുമതി വാങ്ങി വേണം ബോർഡുകൾ സ്ഥാപിക്കാൻ. പല ബോർഡുകളും ഈ അനുമതിയില്ലാതെയാണ് സ്ഥാപിച്ചിരിക്കുന്നത്. അതേസമയം ഗുരുതരമായ ഈ വീഴ്ച ദേശീയപാതാ വിഭാഗവും നഗരസഭയും കണ്ടില്ലെന്ന് നടിക്കുകയുമാണ്. ന്യൂസ് ബ്യൂറോ, പുനലൂർ. ചിതറ ഗ്രാമപഞ്ചായത്തിലേക്ക് ഒടുക്കേണ്ട കെട്ടിട തൊഴിൽ നികുതികൾ, ലൈസൻസ് ഫീസുകൾ തുടങ്ങിയവ ഒടുക്കി നിയമ നടപടികളിൽ നിന്ന് ഒഴിവാകണമെന്ന് ചിതറ ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറി അറിയിച്ചു. പ്രധാന വാർത്തകൾ വീണ്ടും. ലോക്സഭാ തെരഞ്ഞെടുപ്പിനെ നേരിടാൻ കോൺഗ്രസ് പ്രവർത്തകർ ഒന്നാകെ ജാഗരൂകരാകണമെന്ന് പത്മജ വേണുഗോപാൽ. മാധ്യമങ്ങൾക്ക് നേരെ രൂക്ഷ വിമർശനം. പ്ലീനത്തോടെ CPM-ലെ വിഭാഗീയത കൂടുതൽ വെളിപ്പെട്ടെന്നും പത്മജ. സഭകൾ സമൂഹത്തിനു വേണ്ടിയാകണമെന്ന് രാജ്യസഭാ ഉപാധ്യക്ഷൻ PJ കുര്യൻ. സമൂഹത്തിൽ തെറ്റായ പൂജാവിഗ്രഹങ്ങൾ ഉണ്ടാകുന്നത് യുവതലമുറയെ തെറ്റായ വഴിക്ക് നടത്തുമെന്നും PJ കുര്യൻ. മതപാഠശാലകളുടെ പ്രവർത്തനം വിപുലീകരിക്കുമെന്ന് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് MP ഗോവിന്ദൻ നായർ. IAY ഭവന പദ്ധതിയുടെ അവസാന ഗഡു നൽകാനാവാത്തത് ബാങ്കുകൾ വായ്പ നൽകാത്തതിനാലെന്ന് പത്തനാപുരം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ആശാ ശശിധരൻ. ഇതിന് ഉത്തരവാദി UDF സർക്കാരെന്നും കുറ്റപ്പെടുത്തൽ. വാർത്തകൾ സമാപിക്കുന്നു. കൂടുതൽ വാർത്തകൾക്കും ദൃശ്യങ്ങൾക്കും www.livevarta.com സന്ദർശിക്കുക. നമസ്കാരം.